ഏത് മൂഡ് എലക്ഷൻ മൂഡ്, ഏത് മൂഡ് പൈന്റ് മൂഡ്, ഏത് മൂഡ് ക്വാർട്ടർ മൂഡ്, ഏത് മൂഡ് ലിക്കർ മൂഡ്, ഏത് മൂഡ് എലക്ഷൻ മൂഡ്. ഇത് എവിടെ തൊട്ട് ഞാൻ വാരിക്കൊണ്ട് വരുവാന്ന് പറയും. ഇത് എവിടെ ചെന്നാൽ ഇത് തന്നെയാണോ സംഭവം? മാരെ കൊണ്ട് ഭയങ്കര ശൈലിയായല്ലോ ദൈവമേ. നിന്റെ മൂഡ് ഇതുവരെ ഇറങ്ങിയില്ലടാ. എന്റെ മാഷം ഒന്നും പറയണ്ട. ഇലക്ഷന്റെ ടൈമൊക്കെ ഇത് ഭയങ്കര തോരണങ്ങൾ ഇവിടെ മുഴുവനും ഉണ്ടായിരുന്നു. ഇപ്പൊ ഇത് മരങ്ങളായി. ഇത് മുഴുവൻ ഇപ്പൊ ഞാൻ വാരണം. ഓരോ കഷ്ടപ്പാട്. നമ്മളിപ്പോ പൗരനായി പോയില്ല മാഷ. എലക്ഷൻ കഴിഞ്ഞിരിക്കുക. ഈ ഇപ്പൊ ചപ്പ് ചവറ് വണ്ടിക്കാരും നിന്നെ കാണരുത്, കോരിക്കൊണ്ട് പോകും. ആയിരിക്കട്ടെ മാഷങ്ങോട്ടാ. എടാ, തോറ്റ ഒരുപാട് സ്ഥാനാർത്ഥിമാരുണ്ട്. അവിടെ ചെന്ന് കാണാനും അവരെ ഒന്ന് ആശ്വസിപ്പിക്കാനും ഒരുത്തനും ഇല്ല. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാതെ മീശ പഠിച്ചവര്, തലമുണ്ടനം ചെയ്തവര്, ശരി, പുറത്ത് ഇറങ്ങാൻ പറ്റാത്തവര്, സത്യം വെച്ചവര്, അങ്ങനെ ഒരുപാട് പേരുണ്ട്. തോറ്റ് 8 നിലയിൽ പൊട്ടിയ എന്നെ പോലത്തെ ഒരുത്തന് തോൽവിയുടെ കാരണങ്ങൾ അറിയാം. കറക്റ്റായിട്ട് മനസ്സിലായ? അപ്പൊ ആ വിഷമം എനിക്ക് അറിയാവുന്നതുകൊണ്ട് തോറ്റവരെ ഒന്ന് കണ്ട് 2 വാക്ക് പറഞ്ഞ് ആശ്വസിപ്പിക്കാന്ന് കരുതിയിട്ട് ഞാൻ ഇറങ്ങി. ആയിക്കോട്ടെ. മാഷി പ്രാവശ്യം മത്സരിച്ചായിരുന്നു. 8ാമത്തെ തവണയല്ലേടാ ഞാൻ മത്സരിച്ചത്. മാഷിന്റെ പോസ്റ്റർ ഒന്നും നമ്മൾ കണ്ടില്ലല്ലേ? എടാ, എന്തിനാടാ പോസ്റ്റർ അടിക്കണത്? എന്തിനാണ് പ്രചരണം നടത്തണത്? ഇലക്ഷൻ വന്നാൽ ഞാൻ നിൽക്കുമെന്ന് എല്ലാവർക്കും അറിയാല്ല. ഓ, സത്യമായിട്ട്. ആയിക്കോട്ടെ. മാഷിന്റെ ചിഹ്നം എന്തായിരുന്നു? ചില്ലില്ലാത്ത കണ്ണടയായിരുന്നു എന്റെ ചിഹ്നം. ആ ചില്ലില്ലാത്ത കണ്ണടയുമായിട്ട് പ്രചരണത്തിന് ഇറങ്ങിയതാണ് പണിപാളിയത്. ചില്ലില്ലാണ്ട് വന്നപ്പോ തന്നെ കണ്ണിനൊരു മങ്ങല് വന്നു. അപ്പൊ പിന്നെ ആണേതാ പെണ്ണേതാണെന്ന് എനിക്ക് അറിയുന്നില്ല. പിന്നെ ചെന്ന് കയറുന്ന വീടില് തപ്പിയും തടഞ്ഞു നോക്കിയാണ് ഞാൻ വോട്ട് ചെയ്തത്. മാഷ് ഏറ്റവും കൂടുതൽ തപ്പിയും തടഞ്ഞ പെണ്ണുങ്ങളുടെ ഭാഗത്തായിരിക്കും. അതായിരിക്കും ചിലപ്പോ പൊട്ടാൻ കാര്യം. ചിലപ്പോ അതുമായിരിക്കും. എന്തായാലും നമ്മൾ ഇറങ്ങിയല്ല. അതെ. അപ്പൊ അവരെ ഒന്ന് ആശ്വസിപ്പിച്ചേക്കാം. തീർച്ചയായിട്ടും വേണം. മാഷിന്റെ കൂട്ടത്തിൽ ഞാനും വരുന്നു. കൊടുകൈ. എടാ, ഇലക്ഷൻ കഴിഞ്ഞില്ലേ, ഈ എങ്കിലും ബക്കറ്റ് പിരിവ് ഒഴിവാക്കി. ഇത് ബക്കറ്റ് പിരിവല്ല മാഷേ. പിന്നെ ഞാനാണല്ലോ ഈ സ്ഥാനാർത്ഥികൾക്ക് മൊത്തം ഈ തോരണം കിട്ടും, പോസ്റ്റർ ഒട്ടിക്കലും ഫ്ലക്സ് ഒട്ടിക്കലും ഞാനാ ചെയ്യണത്. എഴുത്ത് അതും എന്റെ പേരില്ല, ഞാനാണ് ചെയ്യണത്. ഇപ്പൊ അവിടെ പോയി അമ്മ ഒരു 10-28 മതം എഴുതി കൊടുത്തു. എഴുതി കഴിഞ്ഞപ്പോഴത്തേക്കും അത് മൊത്തം മായ്ക്കാൻ പറഞ്ഞിരിക്കുന്നു. അനുവാദമില്ലാതെ നമ്മൾ മതലിൽ എഴുതി കഴിഞ്ഞാൽ അവര് പറയും മായ്ക്കാൻ പറയും. എന്റെ പൊന്നു മാഷേ, ഞാൻ എഴുതിയ ഈ 20 സ്ഥാനാർത്ഥികളും തോറ്റുപോയി. അയ്യോ, അവര് ജയിച്ചിരുന്നെങ്കിൽ ഈ വീട്ടുകാർ പറയല അത് മായ്ക്കാനായിട്ട്. ഇതിപ്പോ എല്ലാം എന്റെ തലയിലായി. തലയിലെഴുത്തല്ല, പിന്നെ മതലേലെഴുത്ത്. അയ്യോ, അതുപോലെ അറിയാമോ? നീയാണോ ഈ തോരണോ സാധനമൊക്കെ ഇവിടെ മൊത്തം വലിച്ചു കിട്ടിയത്? ആണല്ലേ? ഇത് ലാസ്റ്റ് എന്റെ തലയല്ല, ഇത് നിന്റെ തലയിൽ തന്നെ ഇരിക്കട്ടെ. നിനക്കേ ഇത് പറ്റുള്ളൂ. എന്നാ നിന്റെ ഇരിക്കട്ടെ. നാട്ടുകാരെ, നിങ്ങൾക്കെല്ലാം വേണ്ടല്ല, എനിക്ക് ഈ ജീവിതം വേണ്ട. ഇത് കണ്ട, ഞാൻ ചാകാൻ പോവാ. ഈ നാട്ടിൽ ന്യായമില്ല, നീതിയില്ല, സത്യമില്ല, എല്ലാം നശിച്ച്. തോക്കേന്തിയ ശിക്കാരി ശമ്പൂരം നിങ്ങൾ തോപ്പിച്ചില്ലേ? ഞാൻ ചാകും. നിങ്ങളെയൊക്കെ പഠിപ്പിക്കും. ചാകല്ലേ? ആർക്ക് വേണ്ടി? ഇല്ല, ഞാൻ ചാകും. എന്തിനു വേണ്ടിയാണ് ചാകണത്? ഞാൻ ചാകും. എന്തിന്? തോക്കേന്ത്യ ശിക്കാരി ശമ്പൂരം തോപ്പിച്ച നാട്ടുകാരുടെ മുന്നിൽ ഞാനിനി ജീവിക്കൂല. 8 പ്രാവശ്യം തോറ്റാടാ മാഷ്. ഇതും കൂട്ടി 9 തവണയായി. 9 പ്രാവശ്യം തോറ്റാ എന്നാ മാസികൾ കയറുക. നമുക്ക് ഈ മുണ്ടിന്റെ അറ്റത്ത് ഒരു കുറിക്കിട്ടിട്ട് ഒരുമിച്ച് ചാകാല്ലേ? അച്ഛൻ വരും. നീ ഇങ്ങോട്ട് താഴേക്ക് വാ. കാല് പിടിക്കാൻ നീ ഒന്ന് ഇറങ്ങടാ. നീ ആദ്യം ഏടി പിടിക്കടാ. എടാ, നീ എന്തായാലും മരിക്കാൻ തീരുമാനിച്ചല്ലേ? നീ എടുത്ത് ചാട്. ചാടിയ കാലൊടിഞ്ഞു പോകും. അപ്പൊ നിനക്ക് ബോധമുണ്ട്. നീ ഇറങ്ങി വാ. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. നീ ഇങ്ങോട്ട് ഇറങ്ങി വാ. നോക്കി ഇറങ്ങും. പിടിച്ചോളേടാ. നടപടലം തെറ്റിപ്പോകരുതട്ടാ. ഇറങ്ങടാ. ഞാൻ ചാകും. ഞാൻ അപ്പൊ നീ തുണിക്കടിച്ചാ. അപ്പൊ നിനക്കടിക്കാല്ലേ? ഞാൻ ചാകാൻ വേണ്ടി പോയപ്പോ ഇറക്കിയല്ലേ? ഇടയ്ക്ക് എന്തിനാടാ ചാകണത്? എന്തായിരുന്നു നിന്റെ പ്രോബ്ലം? എന്താണ് മാഷേ, എന്റെ ഒരു ക്യാപ്ഷൻ അതാണ് എനിക്ക് തെറ്റുപറ്റി. എന്തായിരുന്നു നിന്റെ ക്യാപ്ഷൻ? ഒരു വോട്ട്, ഒരേ ഒരു വോട്ട്. നിനക്ക് എത്ര വോട്ട് കിട്ടി? ഒറ്റ വോട്ട്. നിന്റെ ആഹ്ലാദ പ്രകടനത്തിന് 150 പേരുണ്ടായിരുന്നു. ഞാൻ അവരോട് ചോദിച്ചാടാ, നീയൊന്നും എനിക്ക് വോട്ട് ചെയ്തില്ല എന്ന് ചോദിച്ചപ്പോ അവൻ എന്നോട് പറഞ്ഞെന്താ അറിയോ? നിന്റെ ക്യാപ്ഷൻ എന്താണ്? ഒരു വോട്ട്, ഒരേ ഒരു വോട്ട്. അത് ഞാൻ ചെയ്യുമല്ലോ. പിന്നെ അവരെന്തിനാ ചെയ്യണെന്ന് അവര് ചോദിച്ചത്. അവര് പറഞ്ഞില്ല ഇനി ആയില്ലേ? നിനക്കൊരു വോട്ട് കിട്ടിയില്ലേ? സമാധാനിച്ചൂടെ? എനിക്ക് ചാകണം. എടാ, നീ ഒരു സ്ഥാനാർത്ഥിയായിട്ട് കന്നി അംഗത്തിന് ഇറങ്ങി, നീ തോറ്റുപോയി. നീ അങ്ങനെ ചത്തു കഴിഞ്ഞാൽ നാട്ടുകാരുടെ മുമ്പിൽ നീ തോക്കും. എടാ, നിനക്കൊരു കുടുംബവും ഇല്ലേ? നിനക്കൊരു വീടില്ലേ? അപ്പൊ അവര് നിന്നെ കാത്തിരിക്കില്ലേ? എനിക്ക് ജീവിക്കണ്ട, എനിക്ക് തോക്കണം. നീ തോറ്റാ നിന്റെ കുടുംബത്തിന് പോയില്ലേ? കുടുംബത്തിന് പോകൂല. അതെന്താ കുടുംബം ഇല്ലേ? ഞാൻ തോറ്റു കഴിഞ്ഞപ്പോ അവരെന്നെ ഇട്ടിട്ട് പോയി കളഞ്ഞു. ആരുമില്ല. നീ ആര് പറഞ്ഞിട്ടാണ് മാവിന്റെ മുമ്പത്തുനിന്ന് താഴേക്ക് ഇറങ്ങി? മാഷ്, ഞാൻ തന്നെ പറയണത്. കയറി ചെന്നിട്ട് ആത്മഹത്യടാ.
ഭൂമിക്ക് ഭാരം കുറക്കടാ. പിന്നല്ലാതെ. അവനിനി ഒരിക്കലും മരിക്കൂല. അതെന്താ? അവൻ രാഷ്ട്രീയം പഠിച്ചു. എടി അങ്ങനല്ല, ഞാൻ ഭയങ്കര ഹാപ്പിയാ, എനിക്കൊരു പ്രശ്നമില്ല. എന്തിന് ഞാനതിനെ പോസിറ്റീവായിട്ട് എടുത്തത്. ഞാനിപ്പോ സ്ഥാനാർത്ഥിയായിട്ട് നിന്ന് തോറ്റെങ്കിലും എനിക്ക് കുറെ ഗുണങ്ങളുണ്ടായി. എന്റെ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ എല്ലാം പോയി. ഈ വാർഡ് മുഴുവനും നടന്ന് എനിക്കിപ്പോ ഒരു അസുഖവും ഇല്ല. ഇനി അവളാണ് അനുഭവിക്കാൻ പോണത്. ഉഷക്ക് സുഖമല്ലേ? അതെ, ഞാൻ പിന്നെ വിളിക്കാടി. എനിക്ക് ഇവിടെ രണ്ടുപേര് കാണാൻ വന്നിട്ടുണ്ട്, ഞാൻ വിളിക്കാം. പിന്നെ എനിക്കൊരു പ്രശ്നവും ഇല്ല, എനിക്കൊരു വിഷമമില്ല, ഞാൻ ഭയങ്കര ഹാപ്പിയാ. ഓ ശരി ശരി ശരി, ഞാൻ പിന്നെ വിളിക്കാം കേട്ടാ. അതായത് തോറ്റിട്ട് ഇത്രയും ഹാപ്പി ആകണ ഒരു സ്ഥാനാർത്ഥിയെ നമ്മുടെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടാവില്ല. അതിന് തോറ്റൊന്നും പറഞ്ഞോണ്ട് നമ്മൾ എന്തിനാ വിഷമിച്ച് ഒരു മൂലക്ക് ഇരിക്കണം? ഉഷ പുറത്തേക്ക് ഇറങ്ങിയില്ല, ഉഷനെ പിന്നെ കണ്ടില്ലെന്നും പറഞ്ഞ ആൾക്കാർ വിചാരിച്ചപ്പോ നീ കുണ്ഠിതപ്പെട്ടിരിക്കണം എന്നും പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്. എന്റെ പൊന്നു മാഷെ, ഞാൻ തോറ്റെന്നും പറഞ്ഞോണ്ടേ എനിക്ക് ഒരു സങ്കടവും ഇല്ല. ഇതേ ഞാൻ എതിർ സ്ഥാനാർത്ഥിക്ക് കൊടുത്ത ഒരു ഏറ്റ പണിയാണ്. ഇവിടുന്ന് ജയിച്ചു പോയല്ലോ സുഷമ, അവളിനെ അനുഭവിക്കാൻ പോണതേ ഉള്ളു. എന്താണെന്നാ, ഞാൻ ഈ വാർഡ് മുഴുവൻ കയറി ഇറങ്ങി നടന്നപ്പോഴേ ഞാൻ അവർക്ക് ഓരോ വാഗ്ദാനം കൊടുത്തു. ഞാൻ എന്ത് വാഗ്ദാനം കൊടുക്കുന്നു അതിന്റെ ഡബിള് കയറി അവളും കയറി പിടിച്ച്. അങ്ങനെ ഞാൻ ആദ്യം ഈ വീടുകളിൽ കയറിയപ്പോ ഞാൻ പറഞ്ഞു നമ്മുടെ വലിയ തോടിനെ കുറുകെ ഒരു നടപ്പാലം ഇട്ട് കൊടുക്കുന്നു, ജസ്റ്റ് ഒരു നടപ്പാലം. ഇവള് ഉടനെ അതിന്റെ ഇരട്ടി, നിങ്ങൾക്ക് അവള് നടപ്പാലല്ലേ ഇട്ട് തന്നെ, ഞാനാണെങ്കിൽ ലോറി കയറുന്ന ഒരു പാലം ഇട്ട് വരുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ റോഡിന്റെ കാര്യത്തിലേക്ക് വന്നപ്പോ ഞാൻ പറഞ്ഞു റോഡൊക്കെ ഞാൻ കോൺക്രീറ്റ് ചെയ്ത് കൊടുക്കാന്ന്. ഇവളുടനെ പറയാണ് കോൺക്രീറ്റ് ഞാനാണെങ്കിൽ കോൺക്രീറ്റ് ചെയ്യുള്ളൂ, അവളാണെങ്കിൽ മൊത്തം കട്ട വിരിച്ചു കൊടുക്കും. അതുപോലെ തന്നെ ഇപ്പോഴുള്ള ഒറ്റവരി പാത അവള് 2 വരിയായിട്ട് വികസിപ്പിച്ചിട്ട് ടാർ ചെയ്ത് കൊടുക്കും എന്ന് പറഞ്ഞു. കേക്ക് മാഷെ. അത് കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് വീടില്ലാത്ത എല്ലാ വീട്ടിലും ഓരോ വീട് ഞാൻ വെച്ച് തരുമെന്ന്. ഇവളതിനകത്ത് വീണ് മണ്ടി. ഉടനെ ഇവളി എന്ന് വെച്ചും പറയണ് അവള് ചെറിയ വീടല്ലേ വെച്ച് തന്നെ, ഞാനാണെങ്കിൽ 2 നില വെച്ച് തരാന്ന് പറഞ്ഞു. വെച്ച് കൊടുക്കാൻ കേക്ക് അവസാനത്തിലാണ് അവൾ തൂക്കിയത്. ഒരു രക്ഷയില്ല. ഞാൻ ഈ വാർഡ് മുഴുവൻ നടന്നിട്ടേ എല്ലാ വീട്ടിലെ ഓരോ മെമ്പർമാർക്ക് എന്റെ സ്വന്തം അക്കൗണ്ടിൽ നിന്ന് 10,000 രൂപ വീതം പെൻഷൻ കൊടുക്കാന്ന് പറഞ്ഞു. ഈ മണ്ടി സുഷമ ഉടനെ തന്നെ പറഞ്ഞ് ഞാനാണെങ്കിൽ 10,000 കിട്ടുള്ളൂ, അവളാണെങ്കിൽ 20,000 രൂപ വെച്ച് കൊടുക്കാന്ന്. എങ്ങനെയുണ്ട്? ഇവക്ക് ഇത് വാഗ്ദാനം നടത്താൻ പറ്റുമോ? ഞാൻ എന്ത് ചെയ്ത് ഈ സമയത്ത് ഞാൻ പതുക്കെ സ്കൂട്ടായിട്ട് എല്ലാ വീട്ടിലും ചെന്ന് പറഞ്ഞ് എനിക്ക് നിങ്ങൾ വോട്ട് ചെയ്യണ്ട, സുഷമയ്ക്ക് ചെയ്താൽ മതി, ഞാനാണെങ്കിൽ 10,000 അല്ലേ തരുള്ളൂ, സുഷമയാണെങ്കിൽ നിങ്ങൾക്ക് 20,000 രൂപ വെച്ച് കിട്ടുമല്ലാന്ന്. അതിനകത്ത് ആ മണ്ടി പെട്ട്. ഇവക്കിനി ജീവിതത്തിൽ ജന്മത്തിൽ ഈ വാഗ്ദാനം പാലിക്കാൻ പറ്റുമോ മാഷെ? അപ്പൊ അടുത്ത ഇലക്ഷൻ വരുമ്പോ വാഗ്ദാനങ്ങൾ പാലിക്കാൻ പറ്റാത്ത മെമ്പർ എന്നുള്ള നിലയിൽ സുഷമ 8 നില പൊട്ടും. ഞാനാണെ 100, 110 ജയിച്ച് കേറും. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? നന്നായിട്ടുണ്ട്. നീ തോറ്റതിലല്ല, നീ തോറ്റു പോയതിലാണ് എനിക്ക് സന്തോഷം. പോടാ നമുക്ക്. തോറ്റുപോയല്ലേ എനിക്ക് ഏറ്റവും ഹാപ്പിയാണ്. കള്ളം കേറിയാ? നിങ്ങളുടെ വീട്ടിൽ കള്ളം കയറിയപ്പോ നിങ്ങ എവിടെയായിരുന്നു? എന്നെ വിളിക്കണ്ട കള്ളം കയറിയന്. പക്ഷെ എന്റെ പൊന്നോ, കഴിഞ്ഞ കുറെ ദിവസം ഈ ഫോണൊന്നും താഴെ വെക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. കറണ്ട് ഇല്ലെങ്കിൽ എന്നെ അല്ല വിളിക്കേണ്ടത്, KCB പോയി പറയണം കറണ്ട് ഇല്ലെങ്കില്. ഞാൻ നിങ്ങളുടെ വീട്ടുവേലക്കാരിയല്ല, ജയിച്ചു വന്നൊരു മെമ്പറാണ്. വീട്ടിലെ സകല പ്രശ്നം എന്നെ വിളിച്ചു പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? എന്റെ കുടുംബത്തിൽ പ്രശ്നമില്ലേ? ഒരു മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യണേ. ഹലോ, കൊച്ചപ്പീട്ടെന്നാ? ഇനി ഞാനത് ഞാൻ കോരണ? നിങ്ങൾ എന്തെങ്കിലും ചെയ്യ, എന്നെ വിളിച്ചു പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യാൻ? ജയിച്ചെന്നും പറഞ്ഞ് സകല പ്രശ്നം പാടുന്ന സകല പണി ഞാൻ ചെയ്യണം. ഞാനെന്താ പണിക്കാരിയാ? പറ. വെള്ളമില്ലേ? അത് സാരമില്ല, 2-3 ദിവസം എന്റെ വീട്ടിലും വെള്ളം വന്നിട്ട് നമുക്ക് ഒന്നിച്ചങ്ങടെ മാതാവിനോട് പ്രാർത്ഥിക്കാം. എന്താണോ? എന്താണ്? പിന്നെ ജയിച്ചെന്ന് ഞാൻ ഈ തോറ്റ സ്ഥാനാർത്ഥികളുടെ വീട്ടുകളിൽ ഒന്ന് കയറി ഇറങ്ങി അവരെ സമാധാനിപ്പിക്കുന്ന ഒരാളാണ്. ഞാൻ വല്ല പരാതി ആയിരിക്കും വിചാരിച്ചു. ഇല്ല, ഒരു പരാതിയില്ല. ഞാൻ ഒരുപാട് തോറ്റിട്ടുള്ള ആളാ. തോറ്റാ? ഈ പ്രാവശ്യം തോറ്റ്? ഭാഗ്യവാനേ. അത് എന്നും ഞാൻ 8 നില പൊട്ടാറുള്ള. തോറ്റാ മതിയായിരുന്നു. മോള് എത്ര വോട്ടിനാണ് ജയിച്ചത്? വോട്ടിനൊന്നല്ല ജയിച്ചത്, സമാസമമായിരുന്നു. അപ്പൊ വന്നിട്ട് പറഞ്ഞു ടോസ് ഇടണോന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് ഇത് ചാപ്പ വേണ കുരിശു വേണമെന്ന് ചോദിച്ചു. എന്റെ ഗതികേടിന് ഞാൻ കുരിശു മതി എന്ന് പറഞ്ഞു. വല്ലാത്ത കുരിശാണ്. എന്റെ പൊന്നു, നേരം കാവിലാണ് വിളി വേണ, പാതിരാത്രിക്ക് വരെ വിളിക്കണ. മോളുടെ മറ്റേ ഇലക്ഷൻ ക്യാപ്സൂൾ എന്തായിരുന്നു? വിശ്വസിച്ചു വന്നാ
ആശ്വസിച്ചു പോവാം. വെറുതെ അല്ലേ പാതിരാത്രി വിളിക്കണത്. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ. നമ്മള് വിശ്വസിച്ചിരിക്കും, ഞങ്ങൾ ആശ്വസിച്ച് പോവാം. ആ മെമ്പറെ, ആ. ഈ 1-ാം തീയതി കുപ്പി കിട്ടാൻ എന്തെങ്കിലും ഒരു പദ്ധതി പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന്? ഉണ്ട്. ഇനി എല്ലാം ഒന്നും നിങ്ങൾക്ക് വേണ്ടി ഞാനിരുന്ന് മാറ്റാം. ഇറങ്ങി പോടോല വരാതെ. എന്റെ ദൈവമേ, എനിക്ക് വേണ്ടി വോട്ട് ചെയ്ത ഒരെണ്ണം ഗതി പിടിക്കൂല. എല്ലാം പറഞ്ഞു ജയിക്കണ്ടായിരുന്നു. ആ മാഷേ, ഈ തവണ എന്തോ ഒരു തൊപ്പിയിട്ടല്ല. തോറ്റു, പക്ഷെ തൊപ്പിയിട്ടില്ല. തൊപ്പിയിട്ടാടാ? ആരും ഇട്ടില്ല. നിന്നെ പക്ഷെ പൊളിമുത്തിലേക്ക് കണ്ടില്ലല്ലോ. എങ്ങനെ വരാണ് മാഷ അങ്ങോട്ട്? അതെന്താടാ? പച്ചത്തെറിയല്ലേ വിളിക്കണോടാ? ആരാടാ നിന്നെ തെറി വിളിക്കണത്? എന്റെ മാഷ് നമ്മൾ ഈ സിനിമക്കൊക്കെ പോകുമ്പോ നായകൻ സ്ക്രീനിൽ നിന്ന് തെറി വിളിക്കണ ഇറണ്ട മാഷ്. അപ്പൊ മാഷ് ശ്രദ്ധിച്ചിട്ടുണ്ടാ പീ എന്നൊരു ശബ്ദം ഇടണത്? ഈ ശബ്ദം തന്നെയാണ് നമ്മൾ പോളിംഗ് ബൂത്തിൽ വന്നിട്ട് ആ ചിഹ്നത്തെ ഞെക്കുമ്പോ പീ തെറി വിളിക്കണല്ലേ. എന്തിനാണ് വെറുതെ ഈ തന്തക്കുളിയാക്കാൻ വേണ്ടി ഞാൻ വന്നത്? അതുകൊണ്ടാ വരാഞ്ഞത്. എന്നാ പോയിക്കോട്ടെ മാഷേ. നീ വോട്ട് ചെയ്യാൻ പോയാ? ഇല്ല, മാഷി ചെയ്തായിരുന്ന. ഞാൻ തെറി വിളി കേട്ടു. കാര്യമുള്ള കാര്യം. സത്യ എന്നാ പറ്റിയടാ? എന്റെ പൊന്നെ ചിഹ്നം ചവിട്ടിതാ. ഏത് ഇവിടെ പൊന്നന്റെ മോൻ ചെയ്യുന്ന? ചിഹ്നനല്ലെന്നേ, എന്റെ ചിഹ്നം കഴുതയായിരുന്നല്ലോ. കഴുതയാശനെ ആരും എന്നോട് പറഞ്ഞു നീ കഴുതിയാണെന്നോ, നിന്റെ ചിഹ്നം കഴുതിയാണെന്നോ. ആ എന്റെ ചിഹ്നം കഴുതയാന്നാ പറഞ്ഞേ. അതെന്താ പറ്റിയെന്നറിയാവോ? എന്റെ എതിർ സ്ഥാനാർത്ഥിയുടെ ചിഹ്നം ആന. അവൻ ആനപ്പുറത്ത് പ്രചരണം ആരംഭിച്ചു. മറ്റവന്റെ ചിഹ്നം സൈക്കിള്. ഇവ സൈക്കിൾ ചവിട്ടി പ്രചരണം ആരംഭിച്ചു. എനിക്ക് വിടാൻ പറ്റുമോ? കേരളത്തിൽ കഴുതയില്ലാഞ്ഞിട്ട് തമിഴ്നാട്ടിൽ നിന്ന് ഞാൻ കഴുതയെ കൊണ്ടുവന്നിട്ട് കഴുത ഞാനും കൂടെ ഇലക്ഷൻ പ്രചരണം ആരംഭിച്ചു. അപ്പൊ ആൾക്കാർ ചോദിക്കുക, ഈ രണ്ട് കഴുതയും കൂടെ എങ്ങോട്ടാ? അത് ആരും സ്വാഭാവികമല്ലേ ചോദിക്കുന്ന കാര്യമുണ്ടല്ലോ. ഞാൻ എന്ത് ചെയ്തു? ഈ കഴുതയെ ഒറ്റയ്ക്ക് അങ്ങോട്ട് വിട്ടു. അപ്പൊ ഇത് ആരുടെ കഴുതിയെന്നും അപ്പോഴും ആൾക്കാർ ചോദിക്കുക, ഈ കഴുത ഒറ്റയ്ക്ക് വിട്ട കഴുത ആരാണ്? പിന്നെ ഞാൻ ആലോചിച്ചിട്ട് ഒറ്റ വഴിയേ കണ്ടുള്ളൂ. ഞാനൊന്നും ഒരു തോൽവി ഒന്നുമല്ല. കഴുത ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കാന്ന് പറഞ്ഞ് എന്റെ ചിരിക്കുന്ന ഒരു ഫ്ലെക്സ് അടിച്ച് കഴുതയുടെ പുറത്തൊട്ടിക്കാമെന്ന് വെച്ചു. അങ്ങനെ പശയൊക്കെ തേച്ച് കഴുതയുടെ പുറത്ത് അങ്ങോട്ട് ഒട്ടിച്ചു. താഴെ പോയി രോമം. പിന്നെ ഒട്ടിച്ചു. താഴെ പോയി രോമം കാരണം ഇത് ഒട്ടുവോ ഫ്ലെക്സ്? പിന്നെ ഞാൻ ഇങ്ങനെ കുത്തിയിരുന്ന് ആലോചിച്ച് എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോഴൊരു ഐഡിയ കിട്ടി. വലിയ സ്റ്റാപ്ലർ ഉണ്ടല്ലോ, അത് ഞാൻ കൊണ്ടുവന്നിട്ട് ഈ കഴുതയുടെ പുറത്ത് ഒരൊറ്റ അടി. കഴുത പുറംകാല് ചവിട്ടി ഒരൊറ്റ ചവിട്ട് 3 പറമ്പട പോയാ ഞാൻ വീണെ. ഒരാഴ്ച കഴിഞ്ഞ് കണ്ണു തുറന്നപ്പോ എലക്ഷനും കഴിഞ്ഞു. കഴുതയുടെ പാട്ടിനും പോയി. ഞാൻ തോറ്റും പോയി. മറ്റേ മൃഗസംരക്ഷണ വകുപ്പിൽ അവിടുന്ന് വിളിച്ചില്ല. മിസ് കോള് നോക്ക്. തമിഴ്നാട്ടിൽ നിന്ന് വിളിച്ചു. കഴുതയെ കാണാനില്ലെന്ന്. ഇപ്പൊ അത് തേടി നടക്കുക, കഴുതയെ തേടി നടക്കുക. എന്തെല്ലാം മൃഗസംരക്ഷണത്തെ വിളിക്കുവോ? ഉറപ്പായിട്ട് വിളിക്കണം. അതിന്റെ ഒരു കുറവുകൂടെ പറഞ്ഞാൽ ഈ ഇലക്ഷൻ സമയത്ത് കുറെ പേർക്ക് ലാഭം ഉണ്ടാവും, കുറെ പേർക്ക് നഷ്ടം ഉണ്ടാവും. എനിക്ക് നഷ്ടമുള്ളൂ. അത് ഈ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന കേസ്. നമുക്കൊക്കെ എന്നും നഷ്ടമേ ഉണ്ടാവും. എന്റെ മാഷ് അങ്ങനെ പറയല്ലേ. ഇലക്ഷനൊക്കെ ആകുമ്പോൾ കുറച്ചു പേർക്കൊക്കെ ലാഭം ഉണ്ടാവും. ഈ ഇലക്ഷൻ ടൈമിൽ ബെറ്റ് വെക്കുന്ന പരിപാടി ഉണ്ടല്ലോ. മാഷ് തോക്കുമെന്നും പറഞ്ഞ് ഞാൻ 1 ലക്ഷം രൂപ ബെറ്റ് വെച്ചായിരുന്നു. അതുപോലെ തന്നെ മാഷ് ജയിക്കുമെന്നും പറഞ്ഞ 50,000 രൂപയ്ക്ക് ഞാൻ ബെറ്റ് വെച്ചായിരുന്നു. എന്നിട്ട് മാഷ് ഇപ്പൊ തോറ്റില്ലേ? അപ്പൊ മാഷ് തോറ്റു കഴിഞ്ഞപ്പോ എനിക്ക് അവിടെ നിന്ന് 1 ലക്ഷം രൂപ കിട്ടിയായിരുന്നല്ലേ. ആ 1 ലക്ഷം രൂപയിൽ നിന്ന് 50,000 രൂപ മറ്റവന് ഞാൻ കൊടുത്തു. ബാക്കി 50,000 രൂപ ഞാനും എടുത്ത്. അപ്പൊ എല്ലാവർക്കും അങ്ങനെ നഷ്ടമില്ല, ചിലർക്കും ഒക്കെ ലാഭമുണ്ട് മാഷേ.